രാജ്യത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിർണായകമായ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. നീണ്ട പ്രതിഷേധങ്ങൾക്കും വാഗ്വാദങ്ങൾക്കുമൊടുവിൽ ബില്ലിന്റെ ചർച്ചയുമായി പ്രതിപക്ഷം സഹകരിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ ഇതേ സമയം തന്നെ മറ്റു പല സുപ്രധാന വിഷയങ്ങളും ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. പാർലമെന്റിൽ ഇന്ന് നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തകിടം മറിക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും കർശനമായി തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. കുറ്റക്കാർക്ക് കനത്ത തടവ് ശിക്ഷയും വൻ തുക പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ നിയമനിർമ്മാണം. തുടക്കത്തിൽ ബില്ലിനെതിരെയും സർക്കാരിന്റെ നടപടികൾക്കെതിരെയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നത്തെ ചർച്ചകളിൽ പ്രതിപക്ഷം സഹകരിച്ചേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ചർച്ചയിൽ ക്രിയാത്മകമായി പങ്കെടുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നിരുന്നാലും ബിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ചോദ്യപേപ്പർ ചോർച്ച പൂർണ്ണമായും തടയാൻ സാധിക്കില്ലെന്നും സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പ്രധാനമെന്നും പ്രതിപക്ഷ എംപിമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ അദ്ദേഹം രാജിവെച്ച സാഹചര്യത്തിൽ സർക്കാരിനെതിരെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് പ്രതിപക്ഷം പാർലമെന്റിലെത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച ബിൽ ചർച്ച ചെയ്യുന്നതിനും പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകൾ സ്വീകരിക്കുന്നതിനുമായി ഇന്ന് പ്രതിപക്ഷ കക്ഷികളുടെ നിർണായക യോഗം ചേരുകയാണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെയുടെ ഓഫീസിലാണ് ഈ യോഗം നടക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ പ്രതിപക്ഷത്തിന്റെ ആദ്യത്തെ പ്രധാന ആവശ്യം സാധ്യമായെങ്കിലും മറ്റു നിരവധി ജനകീയ പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന E20 പെട്രോൾ വിഷയവും പാർലമെന്റിലും പുറത്തും വലിയ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ ലക്ഷ്യമിടുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നിരയ്ക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നിരയ്ക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ സഭ അകത്തും പുറത്തും പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുമെന്നും MP സന്തോഷ് കുമാർ വ്യക്തമാക്കുകയുണ്ടായി. പാർലമെന്റിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ മറ്റു ചില ഗുരുതരമായ വിഷയങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാനിടയുണ്ട്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും കൊള്ളയടി ആരോപണങ്ങളും സഭയിൽ ഉന്നയിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആവശ്യം. മോദി സർക്കാരിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഒറ്റക്കെട്ടായി സർക്കാരിനെ നേരിടുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. ഈ സമ്മേളനകാലത്ത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകാൻ പോകുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് E20 പെട്രോൾ അഥവാ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗം. ഇതിനെതിരെ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനും പ്രതിഷേധം ശക്തമാക്കുന്നതിനുമായി സമൂഹ മാധ്യമങ്ങളിൽ പുതിയൊരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുണ്ട്. E20 ജനതാ പാർട്ടി അഥവാ EJP എന്ന പേരിലാണ് എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ പുതിയ അക്കൗണ്ടുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ആരാണെന്ന് ഔദ്യോഗികമായി വ്യക്തതയില്ലെങ്കിലും E20 പെട്രോൾ വിഷയത്തിൽ വരാനിരിക്കുന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങളുടെ സൂചനയാണ് ഇത് നൽകുന്നത്. ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള അവകാശത്തിനായി പോരാട്ടം എന്നതാണ് EJPയുടെ പ്രധാന മുദ്രാവാക്യം. എഥനോൾ കലർത്തിയ പെട്രോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് മൂലം എഞ്ചിനുകൾക്കുണ്ടാകുന്ന തകരാറുകളും ഇന്ധനക്ഷമത കുറയുന്നതും സംബന്ധിച്ച നിരവധി പോസ്റ്റുകളാണ് ഈ അക്കൗണ്ടുകൾ വഴി ഇപ്പോൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നത്. പെട്രോൾ വിലക്കയറ്റത്തിനൊപ്പം ഇന്ധന ഗുണനിലവാരവും വാഹന ഉടമകളെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന വിഷയം പ്രതിപക്ഷം പാർലമെന്റിലും ശക്തമായി ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ബിൽ പാസ്സാക്കുന്നതിനോടൊപ്പം തന്നെ അയോധ്യ വിഷയം, E20 പെട്രോൾ വിവാദം, ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ഇന്നത്തെ പാർലമെന്റ് നടപടികൾ അതീവ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലും പാർലമെന്റിലും ഒരുപോലെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന അതിപ്രധാനമായ നിരവധി സംഭവവികാസങ്ങളാണ് ഇന്ന് അരങ്ങേറാനിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനായി ലക്ഷ്യമിടുന്ന പരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ അതിനെ പ്രതിപക്ഷം എങ്ങനെ ക്രിയാത്മകമായി സമീപിക്കുന്നു എന്നതും ഒപ്പം സർക്കാരിന്റെ മറ്റ് വീഴ്ചകൾ എങ്ങനെയെല്ലാം ആയുധമാക്കുന്നു എന്നതും നിർണായകമാണ്. ബില്ലുകൾ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകില്ലെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥ ഇച്ഛാശക്തിയാണ് ആവശ്യമെന്നുമാണ് പ്രതിപക്ഷം വാദിക്കുന്നത്. എന്തായാലും പരീക്ഷാ ക്രമക്കേട് ബില്ലിന്റെ ചർച്ചയ്ക്കൊപ്പം ഈ പുതിയ വിവാദങ്ങളും കൂടി ചേരുമ്പോൾ വരും ദിവസങ്ങളിൽ പാർലമെന്റ് നടപടികൾ അതീവ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്.